ഹലോ ഗൈസ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്നിവിടെ ഒരു മോർണിംഗ് റുട്ടീനാണ് കാണിക്കുന്നത്. എൻ്റെ ഒരു യൂഷ്വൽ ഒരു മോർണിംഗ് എങ്ങനെയാണോ അതപ്പം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ എണീറ്റു. ഇന്ന് ഓഫീസിലൊന്നും പോകണ്ടാത്ത ഒരു ദിവസമാണ്, പിന്നെ വർക്ക് ഫ്രം ഹോമും കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്താൽ മതി. അപ്പം ഞാൻ രാവിലെ എണീറ്റു, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു, പിന്നെ കർട്ടൻസൊക്കെ ഓപ്പൺ ആക്കി. രാവിലെ തന്നെ ഒരു വെളിച്ചം കണ്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പം രാവിലെ തന്നെ കർട്ടൻസൊക്കെ അങ്ങനെ ഓപ്പൺ ആക്കിയിടും, കുറച്ച് വെട്ടമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. പിന്നെ ഒന്ന് ഫ്രഷൊക്കെ ആയി വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടതിന് ശേഷം എൻ്റെ ഒരു സെൽഫ് കെയർ റുട്ടീനാണ്. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് മോയ്സ്ചറൈസറും ജസ്റ്റ് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടുകയാണേ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയി കിച്ചണിൽ പോയി ഒരു ഗ്ലാസ് ഒരു ചൂട് വെള്ളം കുടിക്കുക എന്നാണ്. എല്ലാ ദിവസവും ചെയ്യണ തന്നെയാണ്. ഒരു ചൂടുവെള്ളം അതൊരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ കുടിച്ച് പിന്നെ കുറച്ച് നേരം ഫ്രണ്ടിലൊക്കെ ഒന്ന് പോയി നിന്ന്, നാട്ടിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് വരാന്തയിലൊക്കെ പോയി ഇരുന്ന് അതിൻ്റെ ഒരു 1 hour അങ്ങനെ പോകും. അതായത് ജസ്റ്റ് അവിടെ പോയി ഇരുന്ന് വെളിയിലൊക്കെ ഒന്ന് നോക്കി. ഇവിടെ ഇപ്പോൾ ബാൽക്കണി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അല്ലാത്ത കുറച്ച് ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പുറത്തോട്ടൊക്കെ പോയി ഒന്ന് നടക്കാനൊക്കെ പോയിട്ടൊക്കെ വരും. ഇപ്പോൾ ഭയങ്കര ചൂടും കൂടി ആയതുകൊണ്ട് ഭയങ്കര ഒരു ടഫാണ്. പിന്നെ നാട്ടിലാണെങ്കിൽ നല്ല കുറേ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചൊക്കെ ഇരുന്ന് പതുക്കെ ചായയൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കാൻ നല്ല ഒരു സുഖമാണ്. പിന്നെ ഇവിടെ ഇതേ പറ്റുള്ളാത്തത് കൊണ്ട് ഇവിടെ ഇങ്ങനെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാനൊക്കെ പോണത്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശയും ചിക്കൻ കറിയും ആയിരുന്നു. ചിക്കൻ കറി ഞാൻ തലേദിവസം വെച്ചിരുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു അപ്പം ദോശയും ചിക്കൻ കറിയുമായിട്ട് ഉണ്ടാക്കാം. ദോശമാവ് പിന്നെ റെഡിമെയ്ഡ് ബാറ്റർ നമുക്ക് കിട്ടും എന്നുള്ളതുകൊണ്ട് എല്ലായിടവും കിട്ടും. അപ്പം അത് ഈസിയാണ്. ജസ്റ്റ് മാവെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, ജസ്റ്റ് ഒഴിക്കുക, ഇങ്ങനെ കലക്കുക, അത്രയേ ഉള്ളൂ. അത് ഈസി പരിപാടിയാണ്. പിന്നെ ദോശമാവിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന് പരന്ന് വരാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഇവിടെ ഞാൻ എൻ്റെ ദോശക്കല്ലിൽ ജസ്റ്റ് നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ദോശ ചുടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇളകി വരാനൊക്കെ കുറച്ച് ടഫാണ്. പിന്നെ എല്ലാവരും കുറച്ച് സവാളയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ചെയ്യും, കുഴപ്പമില്ലാതെ ഇളകി വരും. പിന്നെ ചില സമയത്ത് ഇളകി വരില്ല, എന്താണെന്നറിയൂല. അതായത് ചിലപ്പം ഞാൻ ഈ കറികളൊക്കെ അതിനകത്ത് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ദോശ ചുടുമ്പോഴത്തേക്കും അത് ഇളകി വരാൻ ഭയങ്കര പാടാണ്. അപ്പം മിക്കവാറും എനിക്കങ്ങനെ കുറേ മിസ്റ്റേക്സ് പറ്റാറുണ്ട്. ഭയങ്കര ടഫാണ് ഇളകി വരാൻ. അപ്പോൾ ഇതാണ് എൻ്റെ ചിക്കൻ കറി. അങ്ങനെ ദോശയും ചിക്കൻ കറിയും എടുക്കുന്ന ഒരിതിലാണ്. പിന്നെ ഇത് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രീൻ ടീ ആണ്. അതായത് ഡെയിലി ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ല ഹെൽത്തിന് കിടിലമാണ്. ഇത് ഞാൻ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വാങ്ങിച്ചത്. നല്ല സ്ഥലത്തു നിന്ന് നമ്മൾ വാങ്ങിക്കണം, നോക്കി വാങ്ങിക്കണം. ചിലതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിരിക്കാം. ഇത് ഗ്ലോബൽ വില്ലേജിൽ നല്ല പ്യുവറായിട്ടുള്ള ഗ്രീൻ ടീസ് ആയിരുന്നു. അങ്ങനെ അത് വാങ്ങിയതാണ്. ഇപ്പം ഞാൻ ഡെയിലി അതാണ് ഇപ്പം ഞാൻ കുടിക്കുന്നത്. ഇടയ്ക്കൊക്കെ ചായ കുടിക്കും, പക്ഷെ മോസ്റ്റ്ലി ഞാൻ ഇതാണ് കുടിക്കാറ്. നല്ല ഹെൽത്തിന് കിടിലമാണ്.
പിന്നെ ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവരും ഏർക്കും ഈ ഗ്രീൻ ടീ നല്ലതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡയറ്റ് എടുക്കും, ഇടയ്ക്കൊന്ന് മാറ്റും, അങ്ങനെയൊക്കെയാണ് എൻ്റെ ഡയറ്റ് പ്ലാനൊക്കെ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശയും ചിക്കൻ കറിയും ഗ്രീൻ ടീയും ആയിരുന്നേ. അപ്പോൾ അത് കഴിക്കട്ടെ. പിന്നെ വെള്ളം നല്ലപോലെ കുടിക്കണം, ഡീഹൈഡ്രേറ്റഡ് ആവാൻ പാടില്ല. ഇപ്പോൾ ഒന്നും കൂടി സമ്മറും കൂടിയാണ്, അപ്പം നല്ലപോലെ വെള്ളം കുടിക്കണം, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. അപ്പം വെള്ളമൊക്കെ പിടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വീക്കിലി ഇവിടെ വെള്ളം മാറ്റാനായിട്ട് ആൾക്കാർ വരും. അപ്പം നമ്മൾ ബോട്ടിൽസ് വെളിയിൽ വെക്കണം. അതേപോലെ അതിനൊരു കൂപ്പണും കൂടിയുണ്ട്. അപ്പം അതും അവിടെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോവാണേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനി വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. പിന്നെ വർക്ക് ചെയ്ത് പിന്നെ ഒരു സ്നാക്സൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കാം. അപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും ഇരുന്നും കിടന്നും ഒക്കെ വർക്ക് ചെയ്തും പിന്നെ സ്നാക്സും കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കും. അപ്പം ഇത്രയേ ഉള്ളായിരുന്നു എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അപ്പം ഇത്രയേ ഉള്ളായിരുന്നു. ബായ്. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും പറയണം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ള വീഡിയോസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമേ. അതൊരു ബായ്.